നിരോധനമുണ്ട്, അത് അവസാനിപ്പിക്കണമെന്നത് ശരിയാണോ? എന്താ? മദ്യം ഇവിടെ കിട്ടുന്നില്ലല്ലോ. ബീഹാറിൽ കിട്ടുന്നില്ല. ഇല്ല. അത് വീണ്ടും കിട്ടിത്തുടങ്ങണോ വേണ്ടയോ? അതെ, കിട്ടണം. അതുകൊണ്ടാണ് നോക്കൂ, ബീഹാർ കുടുംബമുള്ളവരൊക്കെ പറയുന്നത് കുടിക്കരുതെന്നാണ്. പക്ഷേ പണ്ട് 30% കിട്ടിയിരുന്നു. ഇപ്പോൾ അതേ സാധനം 80% കിട്ടുന്നത്. അപ്പോൾ അയാളുടെ വീട് മുഴുവനായി നശിക്കുകയല്ലേ? അതിലും മോശമാകുന്നു. അതിനും മോശമാകുമോ? എല്ലായിടത്തും. അപ്പോൾ ആളുകൾക്ക് ഒരു സൗകര്യമുണ്ടായിരുന്നു. അവർ സമ്പാദിക്കുന്ന 25, 50, 100 രൂപ കൊണ്ട് വീട് നശിക്കുമായിരുന്നില്ല. നിക്കീസ് അത് പൂർണ്ണമായി നശിപ്പിച്ചു. കാണുന്നില്ല എന്ന് മാത്രം. അതെ, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും കിട്ടും. ഇപ്പൊ നോക്കൂ, അതേ അമ്മാവൻ മദ്യത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ശരിയാണ്. പണ്ട് 100 രൂപയ്ക്ക് 150 കിട്ടുമായിരുന്നു. ഇപ്പോൾ 400, 500 കൊടുക്കണം. ഇപ്പോൾ അവർ വീട്ടിൽ വരെ എത്തിച്ചു തരും. അതിന് ഇപ്പോൾ കൂടുതൽ പണം ചിലവാകുന്നുണ്ട്. പക്ഷേ കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ എവിടെയാണ് നിരോധിച്ചത്? എന്നാൽ പൂർണ്ണമായും നിരോധിക്കൂ. പണ്ട് മദ്യപിക്കുന്നത് എന്താണെന്ന കാര്യത്തിൽ സ്ത്രീകൾക്ക് മുന്നിൽ ലജ്ജയില്ലായിരുന്നു. ഇപ്പോൾ വീട്ടിലെത്തിച്ചു തരുന്നു. ഏകദേശം എല്ലാത്തിനും നിയമമുണ്ട്. അപ്പോൾ മദ്യത്തിനും ഒരു നിയമം കൊണ്ടുവന്നുകൂടെ? ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ കിട്ടും, ഇത്ര വയസ്സിന് താഴെയുള്ളവർക്ക് കിട്ടില്ല എന്ന്. ഇപ്പോൾ വാഹനത്തിന്റെ കാര്യത്തിൽ നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ പറയുന്നില്ലേ, 18 വയസ്സിന് മുകളിൽ ലൈസൻസ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ. അതുപോലെ മദ്യത്തിന്റെ കാര്യത്തിലും വെക്കണം. ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ളവർക്ക് വാങ്ങാം, അഥവാ പിടിക്കപ്പെട്ടാൽ ജയിലിൽ പോകുമെന്ന്. പോലീസ് നിരോധിച്ച് പണക്കാരായി പോലീസിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതെ, പോലീസിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെയൊന്നും വരില്ല. പോലീസ് ടൈറ്റ് അല്ലെങ്കിൽ മദ്യം വരും. പോലീസ് തന്നെയാണ് വിൽക്കുന്നത്, വിറ്റുപോകുന്നുണ്ടല്ലോ അല്ലേ? പോലീസ് പിടിക്കുന്ന മദ്യമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാവരെയും അതിൻ്റെ ഹോൾഡർമാരാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാക്കുന്നത്, ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്നത് അപകടകരമായ ഒരു കാര്യമല്ലേ? മദ്യനിരോധനം തുടരണം. ഇപ്പോൾ ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ്, ഇപ്പോഴത്തേക്ക് ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ്. പക്ഷേ ആളുകൾ പറയുന്നു എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന്. പക്ഷേ അതെ, കിട്ടും. കരിഞ്ചന്ത ഒരുപാടുണ്ട്, കിട്ടും. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതെ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കുറച്ച് വില കൂടി. അതെ, കുറച്ച് കോസ്റ്റ്ലി ആയി മാറും. ബീഹാറിൽ മദ്യം നിർത്തലാക്കിയത് ബീഹാറിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കി. കാരണം ഇവിടുത്തെ ചെറുപ്പക്കാർ വേറെ വേറെ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. കോറക്സ്, സൺപിക്സ്, ചൂലേഷൻ ടാബ്ലറ്റ്, ഇതിനെയൊക്കെയാണ് അവരിപ്പോൾ ആശ്രയിക്കുന്നത്. മദ്യം നിർത്തുന്നത് ഇവിടെ ഒരു നല്ല പരിഹാരമല്ലായിരുന്നു. അത് ഞങ്ങളുടെ വളർച്ചയെയും ബീഹാറിൻ്റെ വളർച്ചയെയും ഒരുപാട് തടഞ്ഞു. കാരണം ഇതിൽ നിന്ന് ഒരുപാട് നികുതിയും വന്നിരുന്നു. ബീഹാറിന്റെ ഇക്കോണമിയും പകുതിയായി. ഉദാഹരണത്തിന് ആരെങ്കിലും നിങ്ങളോട് ഓർഡർ ചെയ്ത് അജയ് എനിക്ക് ഇത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോൾ അത് എവിടെയെങ്കിലും പാടത്തോ പറമ്പിലോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. അതെടുത്തുകൊണ്ട് കൊടുക്കും. പക്ഷേ ഇങ്ങനെ പരസ്യമായി തരില്ല. കുടിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പാപമാകുന്നത്. വിചാരിക്കുക, ഞാനൊരു 2 രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ കുടിച്ചില്ലെങ്കിൽ ചുരുങ്ങിയത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനെങ്കിലും പറ്റൂ. പണ്ട് എന്തായിരുന്നു, ഞങ്ങൾ കാണാറുണ്ട് അജയ് കുടിച്ചിട്ട് എവിടെയെങ്കിലും പോയി വീണു കിടക്കുന്നത്. ആരാണ് അവൻ്റെ ഭാര്യയെയും കുട്ടിയെയും നോക്കുന്നത്? ആര് നോക്കാനാണ്? നോക്കാൻ ആരുമില്ല. ചുരുങ്ങിയത് ആരുടെയെങ്കിലും കുടുംബം നശിക്കുന്നില്ലല്ലോ. പക്ഷേ ആളുകൾ പറയുന്നു ഇപ്പോഴും എല്ലാവരും കുടിക്കുന്നുണ്ടെന്ന്. ഇല്ല, പണ്ടുണ്ടായിരുന്നത്രയും കുടിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഈ റിച്ച് ഓടിക്കുന്നു, കുറേശ്ശെ സമ്പാദിക്കുന്നു, ക്ഷീണിക്കുന്നു.